സ്നേഹിതന്മാരെ, നമ്മുടെ ഭാരത് മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന നമ്മുടെ NH-66 മുംബൈ പനവേൽ മുതൽ കന്യാകുമാരി വരെ 1626 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന ഈ റോഡ് കേരളത്തിലെ വർക്ക് ഉഷാറായിട്ട് അങ്ങനെ നടക്കുന്നു. 4 റീച്ചുകൾ ഏകദേശം തുറന്നു കൊടുത്തു. ഫുൾ വർക്ക് കഴിഞ്ഞിട്ട്, ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ടച്ച് വർക്കുകളൊക്കെ ഉണ്ട് പല ഭാഗത്തായിട്ട്. എന്നാലും ആ റീച്ചുകൾ മൊത്തം 6 വരിപ്പാത തുറന്നു കൊടുത്തു. വാഹനങ്ങളൊക്കെ അങ്ങനെ പോകുന്നു കേട്ടോ. അത് ഏതൊക്കെ റീച്ച് എന്ന് പറഞ്ഞാൽ, ഒന്ന് കാസർഗോഡ് റീച്ച്, അതുപോലെ കോഴിക്കോട് റീച്ച് ബൈപ്പാസ്, അതുപോലെ മലപ്പുറം 2 റീച്ച്. പിന്നെ വേറെ എവിടെയെങ്കിലും വർക്ക് ഇപ്പോൾ കഴിയാറായിട്ടുണ്ടോ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്താളിട്ടോ. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാമനാട്ടൂർ മുതൽ വളാഞ്ചേരി വയഡക്റ്റ് വരെയുള്ള ഒരു റീച്ചാണ്. KNRCL 39 കിലോമീറ്റർ 2360 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ് അടിപൊളിയായിട്ടോ. ഇതിലൂടെ യാത്ര ചെയ്യാൻ തന്നെ എന്താണ് ഒരു സുഖം. നല്ല സ്മൂത്തായിട്ട് അങ്ങനെ പോകാം. ഈ റോഡിൽ വലിയൊരു തിരക്ക് കാണില്ല. പക്ഷെ നമ്മുടെ കോഴിക്കോട് ടൗൺ ഏരിയയിൽ 6 വരിപ്പാതയിൽ നല്ല തിരക്കാട്ടോ. അത് പല ഭാഗങ്ങളിലും, പല വയനാട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഇതിലൊക്കെ തിരിഞ്ഞ് കയറുന്നത് കൊണ്ട് ആ ഭാഗത്തുമ്പോൾ നല്ലൊരു തിരക്ക് അനുഭവിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ കേരളത്തിലൂടെയുള്ളത് തലപ്പാടി മുതൽ തമിഴ്നാട് ബോർഡർ വരെയുള്ള 645 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് 66,000 കോടി രൂപ ചെലവിലാട്ടോ. ഏകദേശം ചിലവ് അവർ മുൻകൂട്ടി കണക്കാക്കിയത്. പല ഭാഗത്തും റീവർക്കുകളും മറ്റേതൊക്കെ വരുന്നതോടുകൂടി ചിലവുകൾ ഇനി കൂടാൻ സാധ്യത. അതിലൊന്നാണ് നമ്മുടെ കൂരിയാട് ബ്രിഡ്ജ് വർക്ക്. അത് അവർ റീവർക്ക് ആയതുകൊണ്ട് അവർക്കത് എക്സ്ട്രാ തന്നെ റേറ്റ് കൂട്ടിയിട്ടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അങ്ങനെയുള്ള പല ഭാഗത്തും പല റീവർക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലവ് ഇനിയും കൂടും കേട്ടോ. നമ്മുടെ NH-66 ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 45 മീറ്റർ വീതിയാട്ടോ. അത് 60 മീറ്റർ വീതിയാണ് ശരിക്കും ഒരു 6 വരിപ്പാതയ്ക്ക് വേണ്ടത്. ഇവിടെ അത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു റിസ്ക് കൊണ്ടിട്ടാണ് നമ്മുടെ സർവീസ് റോഡിലൂടെ പോകുന്നവർക്കൊക്കെ കുറച്ചൊരു വീതി കുറവ് അനുഭവിക്കുന്നുണ്ട്. ഏതായാലും ഇവിടുത്തെ ഭൂമിയുടെ ലഭ്യത കുറവ് കൊണ്ടാണ്. പിന്നെ അതുകൂടാതെ ഒരുപാട് വില കൂടുതലാണ്. കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. 60 മീറ്റർ, അതാണ് 45 മീറ്ററിൽ ചുരുങ്ങിപ്പോയത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേകളിൽ 9ാം സ്ഥാനത്താട്ടോ നമ്മുടെ ഈ ഹൈവേ NH-66 കിടക്കുന്നത്. അതിൽ 1ാം സ്ഥാനത്ത് കിടക്കുന്നത് നമ്മുടെ ജമ്മു കാശ്മീർ ആൻഡ് കന്യാകുമാരി NH-44 3750 കിലോമീറ്റർ ദൂരത്തിലുള്ള ഹൈവേ. നമ്മുടെ NH-66 10 ടോൾ ഗേറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം തലപ്പാടി മുതൽ നമ്മുടെ കന്യാകുമാരി വരെയുള്ള ആ ഒരു ദൂരത്തിൽ 10 ടോൾ ഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ വണ്ടിക്കനുസരിച്ച് ചാർജ് അങ്ങോട്ട് കൂടും. ഇവിടുന്ന് അതുവരെ പോകണമെങ്കിൽ ഒരു കാറിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1500 രൂപയെങ്കിലും ആകും. പിന്നെ വലിയ വാഹനങ്ങൾക്ക് അതിനനുസരിച്ച് മാറും കേട്ടോ. ഇപ്പോൾ 2 ടോൾ ഗേറ്റുകളാണ് ഇപ്പോൾ NH-66 ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞത്. ഒന്ന് നമ്മുടെ കോഴിക്കോട് ഭാഗത്തും അതുപോലെ ഒന്ന് മലപ്പുറം ഭാഗത്തും. 2 ഭാഗത്തും പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ NH-66 ഇപ്പോൾ യാത്ര ചെയ്യുന്ന കുറച്ച് ഭാഗമാണെങ്കിലും അത്രത്തോളം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ലോങ് യാത്ര ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഷെയറും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ.